വെൽക്കം ടു ബ്ലിസ്ഫുൾ ബട്ടർഫ്ലൈസ്. എല്ലാവരും സേഫായി ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു 4 മാസം മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മുങ്ങി ഇപ്പൊ പൊങ്ങണതാണ്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ വീഡിയോസ് ഒന്നും ഇടാത്തേന്ന്. അപ്പോൾ നമ്മളൊരു അന്ന് ലോക്ക്ഡൗൺ ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം ഫുൾ സാറ്റർഡേ സൺഡേ നമ്മളൊരു വീട് തപ്പി നടപ്പായിരുന്നു. അപ്പോൾ നമ്മളൊരു കുട്ടി വീഡിയോ മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ കാണിക്കാന്ന്. അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല എന്ന് ചോദിക്കുന്ന എൻ്റെ യൂട്യൂബിൽ വീഡിയോസിൽ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇനി കാണാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ഒരു കുട്ടി വീട്, ആ വീട് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്ക് കാണാം. ഇത് നമ്മളിപ്പോൾ മേടിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ ഈ വീട്. ന്യൂസിലൻഡിൽ പൊതുവെ നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ള പഴയ വീടാണ്. പുതിയ ന്യൂ ബിൽഡ് ആയുള്ള ഹൗസസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മേടിച്ചിട്ടുള്ളത് പഴയ വീടാണ്. കാരണം കുറച്ച് ലാൻഡ് വേണമായിരുന്നു. നമുക്ക് 2 പേർക്കും ഗാർഡനിങ്ങിനോട് കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ നമ്മളിത് നോക്കിയിരുന്നത് കുറച്ച് പഴയ വീട് പ്ലസ് കുറച്ച് ലാൻഡ് ഉള്ളൊരു വീടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ മേടിച്ചൊരു വീടാണിത്. ഈ വീടിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അടിപൊളി പാർക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ടില് വ്യൂ ബ്ലോക്ക് ചെയ്യാനായിട്ട് വേറെ വീടുകളൊന്നുമില്ല. ഇത് ന്യൂസിലൻഡിലെ മെയിൻ ആയിട്ടുള്ള സ്പോർട്സ് ആണ് എന്ത് പറയുന്നത്, റഗ്ബി എന്ന് പറയുന്നത്. അപ്പൊ ആ റഗ്ബി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇപ്പൊ സമ്മർ ആയത് കാരണം കൊണ്ട് ഫുൾ ഗ്രീനറി ആണ്. ചില ചെടികളിലൊക്കെ ഫുൾ ഇല വന്ന് എല്ലാം നല്ല ഭംഗിയാണ്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ലാൻഡ് ഉണ്ട്. അവിടെ നമ്മുടെ കുറച്ച് നമ്മളിപ്പോൾ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡനൊക്കെ ഇതായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു നല്ല നല്ല മണമുള്ള റോസ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ റെഡ് റോസസ് ഉണ്ട്. ഇതൊരു ലൈറ്റ് പിങ്ക് ആയുള്ള റോസ് ഉണ്ട്. ഇവിടെ നിറയെ മുട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് റോസ് ഉണ്ടായി കഴിഞ്ഞുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് ബാച്ചിന് വേണ്ടിയിട്ട് ഫുൾ മുട്ടിട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് വീക്സിലൊക്കെ ആയിട്ട് വീക്കിൽ നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്യുക, ഫ്ലവർ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് കളറ് ലീവ്സ് ഉള്ള കുറച്ച് പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗാർഡനിങ്ങിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പ്ലാന്റ് കെയർ ഒക്കെ പറ്റിയിട്ട് നമ്മൾ വലിയ എക്സ്പേർട്ട് ഒന്നല്ല, നമ്മൾ ജസ്റ്റ് ബിഗിനേഴ്സ് ആണ് ഇപ്പോഴും. അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചും പറഞ്ഞിട്ടൊക്കെ നമ്മൾ ടിപ്സ് ഒക്കെ മേടിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഒരു ലെമൺ ട്രീ ആയിട്ടില്ല, ചെറുതാണ്, പക്ഷെ ഒരു ലെമൺ ഉണ്ട്. അതിൻ്റെ പൂക്കളൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ. സമ്മർ ആയത് കാരണം കൊണ്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു സീസണാണ്. പിന്നെ ഇവിടെ നല്ല വലിയൊരു ചെമ്പരത്തിയുടെ മരം ഉണ്ട് കേട്ടോ. ചെമ്പരത്തിയിൽ പൂവിട്ടിട്ടില്ല, പൂടാറായി മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രിം ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം കുറച്ച് ഹൈറ്റിൽ പോയിട്ടുണ്ട്. വീട്ടിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ സ്പേസ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിവിടെ കുറെ ബേർഡ്സ് ഒക്കെ വരും. അപ്പൊ അതിന് വേണ്ടി കുറച്ച് നമ്മളിവിടെ ബേർഡ്സിനുള്ള കുറച്ച് ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയൊരു ഗ്രീൻ ഹൗസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ പ്ലാന്റിൽ ഗാർഡനിങ്ങിൽ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പുതിയ പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള നമ്മുടെ പരീക്ഷണശാലയാണ് ഈ പറയുന്ന ഗ്രീൻ ഹൗസ്. അപ്പോൾ നമ്മളിവിടെ പ്ലം ട്രീസിൽ നിന്ന് കുറച്ച് ട്രിമ്മൊക്കെ ചെയ്തിട്ട് കുറച്ച് കട്ടിങ്സ് ഒക്കെ റൂട്ടിംഗ് മിക്സിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഇത് വരുമോ ഇല്ലയോ എന്നൊക്കെ ഭഗവാനറിയാം. ഇതിപ്പോൾ റൂട്ടിംഗ് മിക്സിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കുറച്ച് സമയമായി, നമുക്ക് നോക്കാം ഇത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഒരു പരീക്ഷണമാണ്, ചിലപ്പോൾ പിടിക്കും. പിന്നെ ഇത് ഒരു ഹെഡ്ജാണ്, ബക്സസ് എന്ന് പറഞ്ഞിട്ട്. അതും ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കട്ടിങ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. നോക്കട്ടെ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതിനുള്ളിൽ കുറച്ച് സംഭവങ്ങൾ സക്സസ് ആയി. കൊറിയാൻഡറും അതുപോലെ തന്നെ നമ്മൾ പംകിനൊക്കെ സീഡ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതൊക്കെ, പ്രൊപ്പഗേറ്റ് ചെയ്യല്ല, നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ശരിയായി. പിന്നെ ഇവിടെ നമ്മൾ ചീര വെച്ചിട്ടുണ്ട്, സ്പിനച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് യാർഡ് തന്നെയാണ് കേട്ടോ. സ്പിനച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ വെയിറ്റ് കാരണം കൊണ്ട്, ചെടിയുടെ വെയിറ്റ് കാരണം കൊണ്ട് തൂങ്ങാണ്. ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ടൊമാറ്റോ, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതാ ടൊമാറ്റോ ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. ചീര ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മള് ഈ ഹാങ്ങിങ് പോട്ടില് ഇതുപോലെ സീഡ്സ് ഇട്ടിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. റിമെമ്പറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാവുന്ന
ഒരു സീഡ്സ് ഇട്ടിട്ടുണ്ട്. അത് തൈ വന്നിട്ടുള്ളൂ, പൂവൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത്. ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റായി വരുന്നു. ഇനി ഞാൻ നിങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നമ്മുടെ വീടിന്റെ എൻട്രൻസ് ആണ്. അപ്പോ വായോ ഞാൻ കാണിച്ചു തരാം വീട്. അപ്പോ ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന ഒരു സ്പേസ്. ഇപ്പൊ ഇവിടെ ഒരു കുട്ടി എന്താ പറയുക പാസേജ് പോലെയുണ്ട്. ഇവിടെ വന്നതും നമ്മളിവിടെ ഒരു ഷൂ റാക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്യാബിനറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തണുത്ത കാലത്തൊക്കെ എല്ലാവർക്കും കോട്ടിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു സ്റ്റാൻഡും സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കീ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സമയം വളരെ സന്തോഷത്തോടു കൂടെ എടുത്ത് മാറ്റി വെച്ച് എന്താ പറയാ, നമ്മൾ മാറ്റിയെടുത്തൊരു റൂമുണ്ട്. അവിടെ ഹോളാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോൾ. നമ്മളങ്ങനെ ഒരു കളർ തീം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഹോള് നമ്മൾ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്തോ സാധനങ്ങൾ ഇതിന്റെ പിക്ക് ചെയ്ത് വന്നപ്പോ ഒരു ബ്ലൂ വൈറ്റ് ഗ്രേയും വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാ സാധനങ്ങളും വന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾഡ് ഒരു പഴയ വീടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ കാർപ്പറ്റും ഒക്കെ ചേഞ്ച് ചെയ്ത് ലാമിനേറ്റ് ചെയ്തു. അപ്പൊ അത് തന്നെ കുറച്ചൊരു നല്ലൊരു ഡിഫറൻസ് വരുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തില് ഞാൻ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് പഴയ ഒരു ഫോട്ടോ ഇടാം. പിന്നെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെയിൻ ആയിട്ട് ഇവിടെ കുറെ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പൊ ഒരു എന്താ പറയുന്ന ഒരു ഒബ്സെഷൻ ആയിട്ട് എനിക്ക് പുതിയൊരു പാഷനായിട്ട് എടുത്തുള്ള ഒരു സംഭവമാണ് ഈ പ്ലാന്റ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഞാൻ വേറൊരു വീഡിയോയില് വീട്ടിലെ പ്ലാന്റ്സിന്റെ കളക്ഷനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അപ്പൊ നമ്മൾ കുറെ കുട്ടി കുട്ടി പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊരു ബ്യൂട്ടിഫുൾ ആയ സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. കാരണം നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഹോൾ എന്ന് പറയുന്നത്. എല്ലാവരും വരുമ്പോഴായാലും നമ്മൾ ഇരിക്കുമ്പോഴായാലും ഒക്കെ. അപ്പൊ ആ ഒരു സ്പേസ് നല്ല ഗ്രീനറി ഒക്കെ ആയി നല്ല രസത്തിൽ വെക്കാന്നുള്ള ഒരു പ്ലാനിൽ അത് നല്ല ഭംഗിയിൽ വന്നു. പിന്നെ ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഡെക്കേരിയാണ്. നമ്മൾ കൂടുതലും ഇവിടെ വന്ന കാലത്ത് ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്ന് ഇന്ന് ചില്ല് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഫ്രണ്ടില്. പിന്നെ കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഫോട്ടോസ് ഷെയർ ചെയ്തിരുന്ന സമയത്ത് വീട്ടിലേക്ക് ഫസ്റ്റ് പോയിരുന്ന സമയത്ത് ഞാൻ ഈ ചെടിയുടെ മുമ്പിൽ നിന്നുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മെഗ്നോളിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് സ്പ്രിംഗ് ടൈമിൽ ഇതിന്റെ ഫുൾ പിങ്ക് കളറിലുള്ള ഫ്ലവർ ഇടും. ഞാൻ അതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഒരു ഓൾമോസ്റ്റ് 2 months ആ ഫ്ലവർ അങ്ങനെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മർ ആവുമ്പോൾ ഫുൾ അത് ഗ്രീൻ ആയി മാറും. ഇതൊരു ഭയങ്കര ഹൈലൈറ്റ് ആണ് ഈ വീടിന്റെ ഈ ചെടി എന്ന് പറയുന്നത്. ഞാൻ ഈ ചെടി വെച്ച ആളുടെ അടുത്ത് വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമുക്ക് ഈ ചെടി ഒരുപാട് നല്ല മൊമെന്റ്സ് തന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഇരുന്ന് സംസാരിക്കാനായാലും കാലത്ത് എന്നിട്ട് ഒരു കപ്പ് കാപ്പി കുടിച്ച് അവിടെ ഫ്രണ്ട്സ് നോക്കിയിരുന്ന് ഉള്ള ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. നല്ല സണ്ണി ആയുള്ള ഒരു ഏരിയ ആണ്. ഇനിയിപ്പോ വീടിന്റെ ബാക്കി ഭാഗങ്ങൾ കാണിക്കാം. ഓക്കെ, ആയോ? അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഹോളാണ്.
പിന്നെ നമ്മുടെ എൻട്രൻസിൽ വന്നത് നമ്മുടെ ഫസ്റ്റ് മെയിൻ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. സിമ്പിൾ ആണ്, നമ്മളൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഫ്ലോറിങ് ചേഞ്ച് ചെയ്തു, ബാക്കിയെല്ലാം കുറച്ച് ഫർണിച്ചർ, അതായത് ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ഇട്ടു എന്നല്ലാതെ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. കുറച്ച് ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ടു രാത്രി ഇടാനായിട്ട്. കർട്ടൻസ് ഒന്നും ഇപ്പോഴും നമ്മൾ പഴയ തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. വീട്ടിൽ പഴയ വീട്ടിൽ നമ്മൾ മേടിച്ചപ്പോൾ തന്നെ ഈ കർട്ടൻസ് തന്നെയാണ്, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പഴയ സ്റ്റൈല് വാർഡ്രോബ് ഇതിന്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ. പിന്നെ നമ്മുടെ ഒരു മോൺസ്റ്റർ പ്ലാന്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബെഡ്റൂംസിൽ എന്റെ ഫേവറേറ്റ് ആയുള്ള ക്യൂട്ട് ആയുള്ള റൂമാണിത്. കൂടുതൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന റൂമാണ് കേട്ടോ അത്. കാരണം വെച്ചാൽ ഫ്രൈഡേസിൽ നമുക്ക് വന്ന ഒരു ബുക്കൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു മൂവി ഒക്കെ ആണെങ്കിൽ ലാപ്ടോപ്പ് കൊണ്ടുവന്നിരിക്കാൻ പറ്റിയുള്ള ഒരു ബെസ്റ്റ് സ്പേസ് ആണ്. ക്യൂട്ട് ആയുള്ള റൂമാണ്. കുറച്ച് ഫെയറി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് പില്ലോസ് ഒക്കെ വെച്ച് ക്യൂട്ട് ബെഡ്, സോഫ ബെഡാണ്. നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണിത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു ബാത്റൂം ഉണ്ട്, കോമൺ ബാത്റൂം ആണിത്. അപ്പൊ ഇത് നമ്മുടെ കിച്ചൺ ആണ്, ഓപ്പൺ പ്ലാൻ ആണിത്. അപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഈസി ആണല്ലോ. പിന്നെ കിച്ചണിലെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോം ആണ്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. എന്റെ പ്രൊപ്പഗേഷൻ ഒക്കെ നടക്കുന്ന ഇവിടെയാണ് വെച്ചാൽ എല്ലാ പ്ലാന്റ്സിനും പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് പുതിയ പ്ലാന്റ്സ് ആക്കുന്ന ഒരു സ്പേസ് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾ ഒരുപാട് പ്ലാന്റ്സിന്റെ കട്ടിങ്സ് ഒക്കെ വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോർണിംഗിൽ എഴുന്നേറ്റ് വന്ന ഒരു കാപ്പി ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരുന്ന ഒരു സ്പേസ് ആണ്. ഇത് അവരുടെ ഞങ്ങളുടെ നൈബേഴ്സിന്റെ ഒരു വോളാണത്. അവര് പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു കുറെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് പക്ഷെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഫുൾ ഗ്രീനറി ആയിട്ടാണ് ഈ ഒരു സ്പേസ് കാണുന്നത്. നമ്മൾ കാലത്ത് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുട്ടി കിച്ചൺ പക്ഷെ വളരെ അടിപൊളിയാണ് കിച്ചൺ. പിന്നെ നമ്മള് ഈ വീട് മേടിച്ച സമയത്ത് ചേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഇൻഡക്ഷൻ ആയിരുന്നു ആദ്യം, കുക്ക് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഗ്യാസ് ആക്കി. അതാണ് കുറച്ചുകൂടി കൺവീനിയന്റ്. കാരണം നമ്മള് മലയാളികൾക്ക് ഈ അപ്പവും അതുപോലെ തന്നെ മീൻകറിയും ഒന്നും കഴിക്കാതെ പറ്റില്ലല്ലോ. നമ്മുടെ ചട്ടിയും അതുപോലെ അപ്പത്തിന്റെ ചട്ടിയൊക്കെ പോണത് ഇൻഡക്ഷനിൽ പോലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് പ്രയോറിറ്റി ബേസിസിൽ മാറ്റിയ ഒരു സംഭവമാണ് ഈ കുക്കിംഗ് ടോപ്പ് എന്ന് പറയുന്നത്. അത് മാറ്റിയിട്ട് നമ്മള് ഗ്യാസ് ആക്കി. പിന്നെ ചേഞ്ച് ചെയ്തത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഫെൻസ് പെയിന്റ് ചെയ്തു ഞാൻ ഇതിനും കൂടെ. അതുപോലെ തന്നെ ഫ്ലോറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ മാറ്റിയെടുത്തു. കാരണം പഴയ വീടായതുകൊണ്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു, ഇലക്ട്രീഷ്യന്റെ ആയാലും അങ്ങനെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. നമ്മൾ പരമാവധി കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ ചെയ്യാനാണ് വിചാരിച്ചത്. കാരണം ഇവിടെ കാഷ്വൽ ജോബ്സ് വേണ്ടി കുറച്ച് എക്സ്പെൻസീവ് ആണ് എല്ലാതും. നമ്മൾ പരമാവധി ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അതൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെ ഫ്രിഡ്ജും അതുപോലെ മൈക്രോവേവും റൈസ് കുക്കറും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ. ഇത് നമ്മൾ എക്സ്റ്റെൻഡബിൾ ആയൊരു ഡൈനിങ് ടേബിളാണ് മേടിച്ചത്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നടുക്കിലിടാണെങ്കിൽ നമുക്ക് കുറച്ചധികം ആൾക്കാർക്ക് ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനിൽ അതിട്ടാണ്. ഇപ്പൊ നമുക്ക് സ്പേസ് കുറവാണല്ലോ. അപ്പൊ അത് കൊണ്ട് നമ്മളത് ചുരുക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഇത് ന്യൂസിലൻഡിൽ മിക്ക വീടുകളിലുള്ളൊരു ഇതാണ്. ലോണ്ടറി സ്പേസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സ്പേസ് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ലോണ്ടറി സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ലോണ്ടറി സ്പേസിന്റെ കൂടെ തന്നെ ലോണ്ടറിയുടെ ക്യാബിനറ്റും ഉണ്ട്. അതിനകത്ത് ഇപ്പോ വെള്ളത്തിന്റെ സപ്ലൈക്ക് ഒരു ഇതുണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല ചെറിയ ലോണ്ടറി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കും. ഇത് ഞാനും വിൻസനും കൂടെ ബിൽഡ് ചെയ്ത ഒരു ക്യാബിനറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ എക്സ്ട്രാ വരുന്ന ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണിത്. ഞാനൊരു കാര്യം പറയാൻ പറ്റില്ലേ, ഇതുപോലെ മറക്കുന്ന സംഭവമാണ് എന്തൊക്കെയോ ഇരിക്കാനുള്ള ഇത് അത് എഴുതി വെക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റുള്ള കുറച്ച് കോഴ്സ് എഴുതി വെച്ചാലുള്ള രീതിയിൽ നമ്മളിവിടെ ഒരു ബോർഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത മാറ്റി ഇത് നമ്മുടെ ദിവസവും അല്ലാതെ നമ്മൾ വീട്ടിലാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്, ഗ്രോസറി ഷോപ്പിംഗ്. അപ്പൊ അതിന്റെ സ്പേസ് ആണ് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെയാണ് എഴുതി വെക്കുന്നത്. അപ്പൊ പ്രൊഫഷനൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് കമ്പോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും.
അവർക്ക് ക്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെച്ചുള്ളതാണ് ഈ എഗ്ഷെൽസ്. പിന്നെ ഇത് അതായത് നമ്മുടെ വീട്ടിൽ കഴിക്കുമ്പോൾ വരുന്ന ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം കാരണം പ്രോസസ് അതിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ഞാൻ പറഞ്ഞ് കാണിക്കില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു ഫെർട്ടിലൈസറിന്റെ ഒരു സംഭവം, അതായത് എഗ് വെച്ചിട്ടാണ്, എഗ് അല്ല എഗ് ഷെല്ല് വെച്ചിട്ട് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് വെള്ളം എഗ് ഷെല്ല് കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതും ഒരു 2-3 ഡേയ്സിൽ നമുക്ക് പ്ലാന്റ്സിന് വെച്ച് കൊടുക്കാം. ആ ഒരു സ്പേസ് ആണ് നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സ്പ്രേ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് സ്പാഗ്നോസ് എന്ന് പറഞ്ഞതില് മോൺസ്റ്റെറയുടെ മിനിമം മോൺസ്റ്റെറ അത് വെച്ചിരിക്കുകയാണ് പ്ലാന്റ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ലോണ്ടറി സ്പേസ് ആണ്. ഇത് നമ്മുടെ ഓഫീസ് കം നമ്മുടെ പൂജാമുറിയാണ് ഈ റൂം എന്ന് പറയുന്നത്. ഇപ്പോ എല്ലാവരും കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഇവിടെ അധികം ലോക്ക്ഡൌൺ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മള് ഇടയ്ക്ക് കുറച്ച് നാൾ നമ്മളിവിടെ വർക്ക് ഫ്രം ഹോം ചെയ്തു. ഇപ്പം വൺസിന്റെ ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഇപ്പം വർക്ക് ഫ്രം ഹോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അലോക്കേറ്റ് സ്പേസ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വർക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് വിശ്വാസം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചെറിയൊരു പൂജാമുറി ഉണ്ട്. നമ്മുടെ ഇഷ്ടദൈവങ്ങളും എല്ലാവരും കൂടെ കുട്ടി പൂജാമുറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വെച്ച് ചെറിയ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിരിക്കുന്നത് നമ്മുടെ സ്പേസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ കുട്ടി വീടിന്റെ ഭാഗങ്ങൾ. പിന്നെ നമുക്ക് പുറത്ത് കുറച്ചൊരു ലൈബ്രറി ഉണ്ട്, പിന്നെ ഒരു ഗാരേജ് ഉണ്ട്, പിന്നെ സൈഡിൽ കാർപോർട്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാൻഡ് ഏരിയയും ഗാരേജും ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഫുള്ളാവും. അപ്പൊ ഈ ഡോർ എന്ന് പറയുന്നത് നമുക്ക് കാർപോർട്ടിലേക്ക് ആക്സസ് തരുന്ന ഡോറാണ്. അപ്പൊ ഇതോടെ നമുക്ക് കാർപോർട്ടിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ കാർപോർട്ട്. ഇവിടെയാണ് നമ്മൾ കൂടുതൽ കാർ പാർക്ക് ചെയ്യാറ്. ഗാരേജിൽ കാർ പാർക്ക് ചെയ്യൽ വളരെ കുറവാണ്. ഇവിടെയാണ് കൂടുതൽ പാർക്ക് ചെയ്യാറ്. ഇനി ഞാൻ ഗാരേജ് കാണിച്ചു തരാം. നമ്മളിവിടെ കാർ പാർക്ക് ചെയ്യാറില്ല, പക്ഷെ നമ്മുടെ പണി ആയുധങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. ഗാർഡൻ സംഭവങ്ങളൊക്കെ, പിന്നെ കുറെ കച്ചറ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ ഉണ്ട്. ഇങ്ങനൊക്കെ റീസൈക്കിൾ ബിന്നിലൊക്കെ കൊണ്ടുവന്ന് ഇടണം. നമ്മുടെ വീട് ഇപ്പോഴും മൊത്തം സെറ്റായിട്ടില്ല, സെറ്റായി വരുന്നേ ഉള്ളൂ. ഒരു 70% സെറ്റായെന്ന് പറയാം. ഇപ്പം ഗാരേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സാധനങ്ങളുണ്ട്. കൂടുതൽ ഗാർഡനിങ്ങിന്റെ സാധനങ്ങളാണ്. നമ്മുടെ രണ്ടുപേരും സൈക്കിൾ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേം കമ്പോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോയില് വേം കമ്പോസ്റ്റിന്റെ ഉള്ളിലുള്ള നമ്മുടെ മണ്ണിര കുട്ടികളൊക്കെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ എങ്ങനെ സെറ്റപ്പ് ചെയ്തേക്കുന്ന പ്രോസസ്സൊക്കെ ഞാൻ കാണിക്കട്ടെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഗാർഡനിങ്ങിനോട്. പിന്നെന്താണ്, ഞാൻ ഒരിക്കലും ഉപയോഗിക്കാത്ത എന്റെ എക്സസൈസ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിളും അതുപോലെ തന്നെ ഗാർഡനിങ്ങിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ടൈഡിയപ്പ് ചെയ്യാനുണ്ട്. അതിനൊരു നെക്സ്റ്റ് ദിവസത്തേക്കുള്ള ടാസ്ക് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ സൈഡ് പുറകിൽ കുറച്ച് ലാൻഡ് അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ പുറകിൽ കുറച്ച് ലാൻഡ് ഏരിയ ഉണ്ടെന്ന്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീടിന്റെ പുറകിലുള്ള ലാൻഡ് ഏരിയ. ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡാണ്. നമ്മൾ മേടിച്ച സമയത്ത് കുറച്ച് കാട് പിടിച്ച് കിടക്കായിരുന്നു, കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതൊക്കെ നമ്മൾ വെട്ടി തെളിച്ച് ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട് ട്രീസും അതുപോലെ വെജി ട്രീസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. കുറച്ച് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമ്മൾ അവക്കാട് ഒരു പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ലാസ്റ്റ് വീക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ പ്ലാന്റൊക്കെ. അവക്കാട് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്ലൂബെറീസിന്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ബ്ലൂബെറി ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്, കാണിച്ചു തരാം. കാണാൻ പറ്റുണ്ടോ? ഓ, ഇവിടെയാണ് ഉണ്ടായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മുട്ടിട്ടിട്ടുണ്ട് ബ്ലൂബെറീസിന്റെ. പിന്നെ വേറൊരു ഫ്രൂട്ട് ട്രീ ആയിട്ടുള്ളത് പ്ലം. ഇത് പ്ലം വെച്ചിട്ടുണ്ട്. പ്ലം ഉണ്ടായി തുടങ്ങിയിട്ടില്ല കേട്ടോ, വെച്ചിട്ടേ ഉള്ളൂ.
ഇതും ലാസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് 2 വീക്സിൽ പ്ലാൻ ചെയ്തതാണ്. പ്ലം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പേരക്കായ ഒരു തൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മിന്റ് ഉണ്ട്, കുറേ മിന്റിൻ്റെ തൈകളുണ്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ചും കൂടി കാണിച്ചു തരാം. അങ്ങോട്ട് വാ. വെജിറ്റബിൾസിന്റെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു. ഇവിടെ നമ്മള് മുന്തിരി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുമ്പോ പടർത്താന്നുള്ളൊരു പ്ലാനിലാണ് വെച്ചുള്ളത്. ഇവിടെ മുന്തിരി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തങ്ങേരെ കുരു നട്ടിട്ട് വന്നതാണ്. ഇതൊക്കെ വളർന്നു വരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സ്നെയിൽ കുട്ടപ്പന്മാര് അതിന്റെ ഇല തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇലയ്ക്ക് ഇങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേക ടൈപ്പ് ചേമ്പുണ്ട്, നല്ല ചേമ്പാന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഗ്രീൻ ചില്ലീസും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് അലോവേര പ്ലാന്റ്, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഇവിടെ പിന്നെ തുളസി, ഇത് രാമതുളസിയാണ് തോന്നുന്നത്. നമ്മൾ തുളസിയുടെ തൈ മേടിച്ചതാണ്, വെച്ചിട്ടില്ല, വെക്കണം. പിന്നെ ഇവിടെ നമ്മള് മറ്റേ എന്താണ് ഉലുവ മുളപ്പിച്ചിട്ടുണ്ട്. മല്ലി മുളപ്പിച്ചത് വലിയ സക്സസ് ആയില്ല, വളരെ നേരിയ നാരായിട്ടാണ് വന്നത്. ഇത് നമ്മുടെ കുമ്പളങ്ങയുടെ തൈ. ഇനി ഇതിനൊക്കെ മണ്ണിലോട്ട് നടണം. കുമ്പളങ്ങയുടെ തൈനും തുളസിനും മണ്ണിലോട്ട് നടണം. ഇത് കുറച്ച് വലുതായിട്ട് നമുക്ക് ബാജി ഉണ്ടാക്കാം, ഉപ്പേരി ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടുന്ന് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പക്ഷെ എന്നാലും പരമാവധി ശ്രമിക്കും. നമ്മൾ വീഡിയോസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വീക്കെൻഡാണ്. പിന്നെ ആ വീക്കെൻഡിൽ ഇപ്പോൾ വീഡിയോ മേടിച്ച് പിന്നെ ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള അത് വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ പതിയെ ശ്രമിക്കുന്നതാണ് വീഡിയോസ് ഇടാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഗാർഡനിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ ഞങ്ങൾ പഠിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പഠിക്കുന്നതിൽ ഞങ്ങൾ കിട്ടുന്ന ടിപ്സൊക്കെ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ പിന്നെ ഇവിടുത്തെ വീട് മേടിക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.